ഹായ് എവരി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പൂരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈദയോ ഗോതമ്പ് പൊടിയോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പൂരി ഉണ്ടാക്കുക എന്നുള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ഗിവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഗിവ് അവേനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ള വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റവ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് റവ മുഴുവനായിട്ട് ഇതിൽ കൊള്ളില്ല. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് റവയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ആദ്യം കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഓയിലും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. വെള്ളം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. കുറച്ചൊന്ന് ലൂസായി പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. കാരണം റവ ആയതുകൊണ്ട് നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും റവ. അപ്പോൾ ഡ്രൈ ആയിട്ട് കിട്ടും. പിന്നെ നമ്മളിവിടെ വറുക്കാത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവ എടുക്കുകയാണ് നല്ലത്. അപ്പോൾ വറുത്ത റവയൊക്കെ ആണെങ്കിൽ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം വരും. പിന്നെ കുറച്ച് ഡ്രൈ ആയിട്ടും വരും. ഞാനിതിലേക്ക് അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇതുപോലെ കുറച്ചൊന്ന് ലൂസായിട്ട് നല്ല മയത്തിൽ വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. ഇപ്പോൾ ഇതാ മാവ് ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറേശ്ശെ മാവ് എടുത്തിട്ട് നമുക്ക് ഓരോ ബോളാക്കി എടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും എടുത്തിട്ട് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം മൈദ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് പരന്ന് കിട്ടും. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ടും പരത്തിയെടുക്കേണ്ട, അതുപോലെ ഒരുപാട് കട്ടിയിലും പരത്തിയെടുക്കേണ്ട. അതിൻ്റെ ഇടയിലുള്ള ഒരു കട്ടിയിൽ ഇത് പരത്തിയെടുക്കുക. ഒരുപാട് തിന്നായി കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊരു കട്ടി വേണം, എന്നാലേ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം ഞാൻ പൊരിച്ചെടുക്കാൻ വേണ്ട ഓയിൽ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നും പൊരിച്ചെടുക്കുന്ന സമയം പിന്നെ അടുത്തത് പരത്തിയെടുത്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടുണ്ടായിരിക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ ഇത് പൊങ്ങി വരിക. അപ്പോൾ റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ പൊങ്ങി വരും. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഇതാ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കാം.
അപ്പോൾ ഈ ഒരു പൂരി പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു പാകത്തെ കട്ടിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. ഒരുപാട് തിന്നായി കഴിഞ്ഞാൽ ഇതുപോലെ പൊങ്ങി കിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് കട്ടിയും വേണ്ട. അപ്പോൾ നമ്മൾ 1-2 പരത്തി പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ ഏത് കട്ടിയിലായി വരുമ്പോഴാണ് ഇതുപോലെ വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് പരത്തിയെടുത്താൽ മതി. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പൂരിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു പൂരിയുടെ പ്രത്യേകത തണുത്ത് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ നല്ല വീർത്തിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്